നമസ്കാരം. കേരളത്തിൽ വ്യവസായ വികസനത്തിന് സഹായകമാകുന്ന രീതിയിൽ കേരളത്തിൽ പുതുതായി രൂപം കൊള്ളുന്ന വ്യവസായങ്ങൾക്ക് വായ്പ നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അതായത് വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പോൾ തന്നെ വ്യവസായം നടത്തിക്കൊണ്ടു പോകുന്നവർക്ക്, അതിൻ്റെ വികസനത്തിന് ഒക്കെ KFC എന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പയായി ധനസഹായം നൽകും. അതും മറ്റ് ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കേരളത്തെ ഒരു വ്യവസായവൽകൃത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ KFC സ്ഥാപിക്കപ്പെട്ടത്. KFCയുമായി ബന്ധപ്പെട്ട ഒരു വലിയ അഴിമതി ആരോപണമാണ് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 2018-2019 കാലഘട്ടത്തിൽ ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അംബാനിയുടെ കമ്പനിയായ RCFLൽ 60,80,00,000 രൂപ നിക്ഷേപിച്ചതിൻ്റെ ഒരു വിവരമാണ് ഇപ്പോൾ VD സതീശൻ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. 2016 മുതൽ കേരളം ഭരിക്കുന്നത് കോർപ്പറേറ്റുകളോട് വലിയ വിരോധം വച്ചു പുലർത്തുന്ന, കോർപ്പറേറ്റുകളെ ഒരു കാരണവശാലും വളരാൻ അനുവദിക്കരുത്, കോർപ്പറേറ്റുകൾക്ക് യാതൊരുവിധ സഹായവും നൽകരുത് എന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരാണ് 2016 മുതൽ കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം അംബാനിയുടെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ 60,80,00,000 രൂപ നിക്ഷേപിച്ചതിൻ്റെ വാർത്തയാണ് ഇപ്പോൾ VD സതീശൻ പുറത്തുവിട്ടിരിക്കുന്നത്. അസ്വാഭാവികമായി ഉള്ളത് ഇത് മാത്രമല്ല. അതായത് അംബാനിയുടെ കമ്പനി എന്ന് പറയുമ്പോൾ ധീരുഭായ് അംബാനിയുടെ മരണശേഷം ഈ അംബാനിയുടെ കമ്പനികൾ രണ്ടായതും, മുകേഷ് അംബാനി എന്ന ജ്യേഷ്ഠൻ്റെ കീഴിലും അനിൽ അംബാനി എന്ന അനുജൻ്റെ കീഴിലും ഈ കമ്പനി രണ്ടായി മാറിയതും, ഈ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ അനിൽ അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പൊളിഞ്ഞുപോയതും, മുകേഷ് അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യം വച്ചടി കയറിയതും എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. അനിൽ അംബാനിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ അത് പൊളിയാൻ പോകുന്ന കമ്പനിയാണ് എന്ന് 2018 കാലഘട്ടത്തിലൊക്കെ നാട്ടിൽ പാട്ടായ കാര്യമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി, അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അംബാനിയുടെ കമ്പനികൾ കടന്നുപോയത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ കമ്പനികൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയമാണ് 2018 കാലഘട്ടം എന്നത്. ഈ കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം 60,80,00,000 രൂപ ഈ അംബാനിയുടെ പൂട്ടാൻ പോകുമെന്ന് ഉറപ്പുള്ള, അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് ഉറപ്പുള്ള ഒരു കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കേരളത്തിൻ്റെ നികുതി പണമാണ്. മാത്രമല്ല കേരളത്തിലെ നിക്ഷേപകർ KFCയിലേക്ക് നൽകിയ പണമാണ്. ആ പണമാണ് എടുത്ത് അംബാനിയുടെ പൊളിയാൻ പോകുന്ന കമ്പനിയിലേക്ക് നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചറായി, അതായത് ഇതൊരു കടപ്പത്രമാണ്, പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ കമ്പനിയുടെ ഷെയറുകളായി മാറ്റാൻ സാധിക്കാത്ത ഒരു ഡിബഞ്ചറാണ്, അല്ലെങ്കിൽ ഒരു കടപ്പത്രമാണിത്. ഈ കടപ്പത്രത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് ഈ കടപ്പത്രത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ കൊടുക്കാൻ ആവതുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ കമ്പനിയുടെ ലിക്വിഡേഷൻ നടക്കുമ്പോൾ ആനുപാതികമായി ഓഹരി ഉടമകൾക്ക് കിട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഈ പറയുന്ന NCD ഉടമകൾക്ക് കിട്ടുമെന്ന് മാത്രം. ആ രീതിയിൽ അതും അനിൽ അംബാനിയുടെ പൊളിയാൻ പോകുന്ന കമ്പനിയുടെ NCDയിൽ നിക്ഷേപിച്ചതിൽ വലിയ ദുരൂഹതയും അഴിമതിയുമുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് VD സതീശൻ ആരോപിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ തോമസ് ഐസക്കാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വലിയ ആന മണ്ടത്തരം KFC ചെയ്തിരിക്കുന്നത്. 60,80,00,000 രൂപ കാലാവധി പൂർത്തിയാകുമ്പോൾ KFCക്ക് തിരിച്ചു കിട്ടേണ്ടത് പലിശ സഹിതം 101 കോടി രൂപയാണ്. ലാഭകരമായ നിക്ഷേപം എന്ന് തുടക്കത്തിൽ തോന്നുമെങ്കിലും ഇതാണ് പ്രശ്നം. കമ്പനി അനിൽ അംബാനിയുടേതാണ്, അംബാനിയുടെ കോർപ്പറേറ്റ് സ്ഥാപനമാണ്, അതൊരു ധനകാര്യ സ്ഥാപനമാണ്. ആ കമ്പനി പിന്നീട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അടച്ചുപൂട്ടി, കമ്പനി ലിക്വിഡേഷനിൽ പോയി. അതിനുശേഷം കേരള സർക്കാരിന് അല്ലെങ്കിൽ KFCക്ക് തിരിച്ചു കിട്ടിയ തുക കേട്ടാൽ ഞെട്ടും. വെറും 7 കോടി രൂപയാണ്. 101 കോടി രൂപ കിട്ടേണ്ടിടത്ത് 7 കോടി രൂപ മാത്രം നൽകി അദാനി പൊടിയും തട്ടിപ്പോയി. കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KFCക്ക് നഷ്ടം 100 കണക്കിന് കോടി രൂപയാണ്. ഈ നിക്ഷേപത്തിന്, പൊളിയാൻ പോകുന്ന ഒരു കമ്പനിയിലേക്ക് 100 കണക്കിന് കോടി രൂപ നിക്ഷേപിക്കാൻ തീരുമാനമെടുത്തവർക്ക് ഇതിൽ എത്ര കോടി കിട്ടി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നേക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേഡ് ബൈ ജ്യോതിസ്.
realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.